മരിക്കുവോളം ഞാൻ നിങ്ങളെ സ്നേഹിക്കും, അന്ത്യത്തോളം ഞാൻ നിങ്ങളോട് കൂടെ നടക്കും എന്നൊക്കെ പറഞ്ഞാലും ജീവിതത്തിന്റെ അവസാന നാളുകളിൽ ഒരുപക്ഷെ കൈവിട്ടു പോകുന്ന സുഹൃത്ത് ബന്ധങ്ങൾ, ഒരുപക്ഷെ മാറി നിന്ന് കൈകെട്ടി നിന്ന് സഹതപിക്കുന്ന പ്രിയപ്പെട്ടവർ, എന്നാൽ അവർക്കാർക്ക് രക്ഷിക്കാൻ കഴിയാത്ത സാമൂഹ്യ വിരോധികൾ, അതേ പാപത്തിന്റെ കഠിനതകൾ, അതേ അതിന്റെ തിന്മ പ്രവൃത്തികളൊക്കെ നമ്മളെ കാണുന്നതിനുമ്പോൾ അവിടേക്ക് ഇറങ്ങി വന്ന് ആശ്വാസം തരുന്ന ഒരു വ്യക്തിയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. അതെന്തുകൊണ്ടാണ് ആ വ്യക്തിയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്? അതിനൊരു ചരിത്രമുണ്ട്. അത് മറ്റൊന്നുമല്ല, 1998 ഓഗസ്റ്റ് മാസം 14-ാം തീയതി എന്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് ആ വ്യക്തിയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അത് മറ്റൊന്നുമല്ല, ഓഗസ്റ്റ് മാസം 14-ാം തീയതി, ഓഗസ്റ്റ് 15 ഭാരതം മുഴുവൻ സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ ഓഗസ്റ്റ് മാസം 14-ാം തീയതിയുടെ സന്ധ്യാസമയം ബാംഗ്ലൂർ സെൻട്രൽ ജയിലിന്റെ കാരാഗ്രഹവാതിൽ എനിക്കായി തുറക്കപ്പെട്ടു. അതിലേക്ക് നടന്നു കയറി ഞാൻ പിന്നീട് അവിടെ കഴിഞ്ഞത് അനേക വർഷങ്ങളാണ്. പിറ്റേ ദിവസം ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ ദിനം അതേ ജയിലുകളിൽ ആഘോഷിക്കുമ്പോൾ, അതേ കൊടിതോരണങ്ങൾ അതേ ജയിലിൽ കെട്ടി ആഘോഷിക്കുന്ന സമയത്ത് എന്റെ ജീവിതം കാരാഗ്രഹത്തിന്റെ അകത്തളങ്ങളിൽ ബന്ധിക്കപ്പെടുകയായിരുന്നു. സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട്, സ്വാതന്ത്ര്യത്തിന്റെ സമാധാനം നഷ്ടപ്പെട്ട്, ജീവിതവും കൂടെയുള്ളവരും ബന്ധുമിത്രാദികൾക്കും രക്ഷിക്കാൻ കഴിയാതെ വണ്ണം കാരാഗ്രഹത്തിന്റെ ഉള്ളിൽ കിടന്ന എനിക്ക് വേണ്ടി ആ കാരാഗ്രഹത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി വന്ന ഒരു ദൈവ സ്നേഹമുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് പകൽ ഈ പള്ളിമുഖദേശത്ത് നിന്ന് ഞാൻ നിങ്ങളോട് സധൈര്യത്തോടെ വിളിച്ചു പറയുന്നത്. ആ വ്യക്തിയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത്. അത് മറ്റാരുമല്ല, ഈ ലോകത്തിനു വേണ്ടി തന്റെ പ്രാണൻ വെടിഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. എന്തുകൊണ്ടാണ് പരിചയപ്പെടുത്തുന്നത്? ഈ ലോകത്തിലെ നിയമവ്യവസ്ഥകൾക്ക് ഒരു വ്യക്തിയോ, ഒരു ക്രൂരനായ മനുഷ്യനെയോ, ഒരു നീതിവൃന്ദത്തിനും അതേ പരിണാമം നൽകാൻ കഴിയാതെ ഇരിക്കുമ്പോൾ, മാനസികമായ അതേ സമാധാനം നൽകാൻ കഴിയാതെ ഇരിക്കുമ്പോൾ, ഒരു മാനവീയ പരിവർത്തനം നൽകാതെ ഇരിക്കുമ്പോൾ, ആ വ്യക്തികളുടെ ജീവിതത്തെ പോലും മാറ്റിമറിക്കുവാൻ കഴിയുന്ന, നരഭോജികളെ നരസ്നേഹികളാക്കി മാറ്റുവാൻ കഴിക്കുന്ന ഏത് ക്രൂരനായ വ്യക്തിയെയും, ഏത് ക്രൂരനായ മനുഷ്യനെയും, ഏത് നീചനായ വ്യക്തിയെയും അതേ മാനസാന്തരത്തിലേക്ക്, മാനവികതയുടെ ധാർമ്മിക മൂല്യങ്ങളിലേക്ക് വലിച്ചെടുക്കുന്ന ഒരു സ്നേഹമുണ്ട്. ആ സ്നേഹം മറ്റാരുടെയുമല്ല, അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹമാണ്. ആ സ്നേഹം അത് ബാംഗ്ലൂർ സെൻട്രൽ ജയിലിന്റെ ഞാൻ കഴിഞ്ഞ കാരാഗ്രഹത്തിന്റെ കൽത്തുറുങ്കിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി വന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ ചെയ്തു കൂട്ടിയ പാപപ്രവൃത്തികൾക്ക്, ഈ ലോകത്തിന്റെ നിയമവ്യവസ്ഥകൾക്ക് ഒന്നും മാറ്റുവാൻ കഴിയാതെ ഇരുന്നപ്പോൾ, ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ടവനാ, ജീവിതത്തിൽ സന്തോഷം നഷ്ടപ്പെട്ടവനാ ഞാൻ കഴിഞ്ഞപ്പോൾ എനിക്ക് സമാധാനം നൽകി തന്നതാ, എനിക്ക് സന്തോഷം നൽകി തന്നതാ ഒരേ ഒരു സ്നേഹമാണ്. അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹമാണ്. ഈ ലോകത്തിലെ തത്വചിന്തകൾക്കോ, ഈ ലോകത്തിലെ പുസ്തകങ്ങൾക്കോ, ഈ ലോകത്തിലെ യാതൊരു മാധ്യമങ്ങൾക്കോ എന്റെ ജീവിതത്തെ രൂപപ്പെടുത്താൻ കഴിയാതെ ഇരുന്നപ്പോൾ, എന്റെ ജീവിതത്തിന്റെ തിന്മ പ്രവൃത്തികളിൽ നിന്ന് എന്നെ വിടുവിക്കാൻ കഴിയാതെ ഇരുന്നപ്പോൾ, ഇന്ന് പകൽ സധൈര്യത്തോടെ എന്നെ ശ്രവിക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ, ലഹരിക്കടിമപ്പെട്ടവരാ, മദ്യത്തിനടിമപ്പെട്ടവരാ, ഈ ലോകത്തിൽ സമൂഹത്തിൽ വെറുക്കപ്പെട്ടവരെ കഴിയുന്ന ഏതെങ്കിലും വ്യക്തി ജീവിതങ്ങളുണ്ടെങ്കിൽ ഇന്ന് പകൽ താങ്കളോടാണ് എന്റെ സന്ദേശം. താങ്കളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. താങ്കളുടെ ഹൃദയത്തിന് പരിണാമം നൽകുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. അത് മറ്റാരുമല്ല, കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നിങ്ങളെ ശുദ്ധീകരിക്കാൻ കഴിയുന്നു. ഈ ലോകത്തിൽ ജനിച്ച സകല മനുഷ്യരും അതേ ദൈവ പാപം ചെയ്ത, ദൈവ തേജസ് ഇല്ലാത്തവരായെന്ന വിശുദ്ധ വചനമായ ബൈബിൾ നിങ്ങളോട് പറയുമ്പോൾ, ഇന്ന് പകൽ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്.